പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല ഇടങ്ങളിൽ പല സമയങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന പ്രഭാത ചിന്തയുടെ ഈ ചിന്തകൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതം മുതൽ നമ്മൾ പഠിക്കുവാൻ ചിന്തിക്കുവാൻ ആരംഭിച്ച വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എന്നുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക്, രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയിൽ ഇന്നത്തെ അതിപ്രധാനമായ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രഭാത ചിന്ത ഇന്ന് ആരംഭിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ പറഞ്ഞു നിർത്തിയ ഭാഗം യേശു ക്രിസ്തു രാജാവായി ഇവിടെ പിറന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു രാജാവായി ഈ ഭൂമിയിൽ പിറക്കപ്പെടുവാൻ കാരണം? ഇതൊരു വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു ദരിദ്രനായി ജനിച്ചു എന്നുള്ളതാണ്. പക്ഷേ യേശു ക്രിസ്തു രാജാവായിട്ടാണ് ജീവിച്ചത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ജ്ഞാനികൾ അഥവാ വിദ്വാൻമാർ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ 2-ാമത്തെ വാക്യ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായി പിറക്കാനുള്ള ഒരു 5 കാരണങ്ങൾ പറയാം. അതിൽ ഇന്ന് അധികം നമുക്ക് പറയുവാൻ കഴിവില്ലാത്തതുകൊണ്ട് 1 by 1 ആയിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാരണം, ദ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ നമുക്കറിയാം ഇസ്രായേലിനെ മൊത്തമായി ഭരിച്ച 3 രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ദാവീദ്. ദാവീദിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. അങ്ങനെ ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുക്കുവാനിടയായി. ദാവീദിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്താണ്? ദാവീദിന് കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 16-ാമത്തെ വാക്യ അടിസ്ഥാനത്തിൽ, നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും എന്നാണ്. അപ്പം സ്ഥിരമായി ഇരിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ ദാവീദിൻ്റെ മേൽ പകർന്നുവെങ്കിലും, നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ അറിയാം, ദാവീദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ രാജവംശം നശിച്ചുപോയി. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും നശിക്കുകയോ അതിന് തെറ്റുപറ്റുകയോ ചെയ്തില്ല. അതുകൊണ്ട് ദാവീദിൻ്റെ രക്തത്തിൽ തന്നെ, ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിൽ തന്നെ ഒരു രാജാവ് പിറക്കുകയാണ്. ആ രാജാവ് മറിയ എന്ന് പറയുന്ന ഒരു കന്യകയുടെ ഉദരത്തിൽ യേശുക്രിസ്തു പിറക്കുകയാണ്. ഈ മറിയ ആരാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാവീദിൻ്റെ മകൻ, അതായത് നാഥാൻ്റെ വംശത്തിൽപ്പെട്ടവളാണ് മറിയ. നാഥാൻ്റെ വംശത്തിൽപ്പെട്ടവളാണ്. ഇനി യോസഫിനെ എടുക്കാം. യോസഫ് ദാവീദിൻ്റെ മകൻ്റെ, അതായത് ശലോമോൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദിന് കൊടുത്ത ആ വാഗ്ദത്തം ദൈവം നിറവേറ്റുന്നത് നിങ്ങൾ കണ്ടോ? 2 പേരിൽ, മറിയയും യോസഫിനും.
ഇവർ രണ്ടു പേരും ദാവീദിൻ്റെ സന്തതികളുടെ പരമ്പരയിൽ പെട്ടവരാണ്. നിയമപരമായും രക്തപരമായും അവർ ദാവീദിൻ്റെ അവകാശികളായതുകൊണ്ട് ക്രിസ്തുവും ആ വംശാവലിയിൽ പെടുകയാണ്. അതുകൊണ്ടാണ് ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും രാജാവായിരിക്കുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവ് രാജാവായി പിറന്നില്ലായിരുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം ഒരു കള്ളനായി മാറിയേനെ. എന്നാൽ സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം വ്യാജം പറയുന്നവനല്ല, അനുതപിക്കുവാൻ അവൻ മനുഷ്യനുമല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. മനുഷ്യനത് പറയും, മനുഷ്യൻ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന് തെറ്റുപറ്റില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മരിക്കുകയുമില്ല, അവസാനിക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.